നമസ്കാരം. ക്രിക്കറ്റർ സഞ്ജു സാംസണുമായുള്ള അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സഞ്ജു IPLലെ ഏറ്റവും ശ്രദ്ധേയനായ യുവ ക്രിക്കറ്റർക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നു. അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക്സ്. ഈ ഒരു പൊസിഷൻ നേടുമ്പോൾ എന്താണ് മനസ്സിലുണ്ടായ വികാരം? മനസ്സിലെന്തായാലും നല്ല സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് വർക്കിനും എല്ലാത്തിനും ഒരു റിസൾട്ടല്ല, ഒരു നല്ലൊരു വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള ക്രിക്കറ്റ് കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ വഴിയിലെത്തിയത്? ഞാൻ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. വീട്ടിൽ കൂട്ടുകാരായിട്ട്, ചേട്ടനായിട്ട്, അച്ഛനായിട്ട് ഞാൻ ചെറുതായിരുന്നപ്പോഴേ കളിയായിരുന്നു. അപ്പോൾ അതുപോലെ വളർന്നു വന്നപ്പോൾ ടെന്നീസ് നമ്മുടെ ലെതർ ബോളിൽ കളിച്ചു തുടങ്ങി. സ്കൂളിന് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി അങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ സാംസൺ ഒരു ഫുട്ബോൾ താരവും ഫുട്ബോൾ കോച്ചുമാണ്. ആ ഒരു അന്തരീക്ഷം, വീട്ടിലെ ആ ഒരു അന്തരീക്ഷം ഒരു സ്പോർട്സ് താരമാകാൻ പ്രേരിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ അത് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ക്രിക്കറ്റാണ് കളിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും രണ്ടായിട്ട് അച്ഛൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ക്രിക്കറ്റ് കളിക്കാൻ തന്നെ, ഫുട്ബോൾ കളിക്കണം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു അച്ഛൻ. സഞ്ജു ക്രിക്കറ്റിലേക്ക് പോകണം എന്നുള്ള തീരുമാനം അച്ഛനെടുത്തതാണ്? അല്ലേ, ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്. അതുപോലെ തന്നെ ചേട്ടനും വളരെ ശ്രദ്ധേയനായ ക്രിക്കറ്റ് താരമാണ്. അതെ. ചേട്ടനും അനിയനും പരസ്പരം കളിയെ വിലയിരുത്താറുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. കളിയെപ്പറ്റി ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞാൻ ചേട്ടനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സഞ്ജുവിൻ്റെ സ്കൂൾ കാലത്ത് തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അണ്ടർ 13 ടീമിൽ വരുന്നു, ക്യാപ്റ്റനാവുന്നു, അങ്ങനെയുള്ള ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ ചെറുപ്പത്തിലേ കുറേ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കളിക്കുമായിരുന്നു. കളി എനിക്ക് എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് റിസൾട്ടും അതിനനുസരിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കളിയിൽ ഞാൻ നല്ല ഫോക്കസാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് റിസൾട്ടും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കാലത്ത് ക്യാപ്റ്റനായിരിക്കുമ്പോഴാണ് ആദ്യത്തെ സെഞ്ചുറി ഉണ്ടാവുന്നത്. അത് ഏത് കളിയിലായിരുന്നു? അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ അണ്ടർ 13 ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ ക്യാപ്റ്റനായിട്ടാണ് സെലക്റ്റഡ് ആയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മാച്ചിൽ തന്നെ സെഞ്ചുറി സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ആരുമായിട്ട് കളിച്ചപ്പോഴായിരുന്നു? ബാംഗ്ലൂരിൽ ഗോവയായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അതെ, വീണ്ടും അണ്ടർ 16 കളിച്ചു. ഇത് കഴിഞ്ഞ് അണ്ടർ 19 കളിച്ചു. പിന്നെ 22 രഞ്ജി ട്രോഫി സൈഡിൽ വന്നു. ഇപ്പോൾ രഞ്ജി ട്രോഫിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജി ട്രോഫിയിൽ വെച്ചല്ലേ ഒരു ഡബിൾ സെഞ്ചുറി നേടുകയും വാർത്തയാകുകയും? അത് അണ്ടർ 19 അണ്ടർ 19 ഡബിൾ സെഞ്ചുറി നേടി. ആ ഡബിൾ സെഞ്ചുറിയുടെ ഓർമ്മകൾ? ഡബിൾ സെഞ്ചുറിയിൽ ഞാൻ മധ്യപ്രദേശുമായിട്ടാണ് ഡബിൾ സെഞ്ചുറി അടിച്ചത്. ആ ഡബിൾ സെഞ്ചുറി എന്നെ ഇന്ത്യ അണ്ടർ 19 ക്യാമ്പിലോട്ട് സെലക്ഷൻ എടുത്തു തന്നു. അപ്പോൾ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരിക്കെ തന്നെ വിക്കറ്റ് കീപ്പർ പൊസിഷനിലും ആണ് ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അത് സ്വന്തം തിരഞ്ഞെടുപ്പാണോ അതോ പരിശീലകർ നിർദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ള ഒരു പൊസിഷനാണോ? ഞാൻ ചെറുപ്പത്തിലെ എല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ ബാറ്റിങ്ങും ചെയ്യുമായിരുന്നു, ബോളിങ്ങും ചെയ്യുന്നുണ്ട്, പിന്നെ വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ IPL 2012 IPL കൽക്കത്തയിൽ ക്യാമ്പിൽ സെലക്റ്റഡ് ആയിരുന്നു. അന്ന് കളിക്കാൻ കഴിഞ്ഞില്ല. അതെ. എന്തു പറയുന്നു അന്നത്തെ കാര്യത്തെക്കുറിച്ച്? ഇന്ന് കളിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് നന്നായിട്ട് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, ട്രെയിനിങ് ചെയ്യാൻ പറ്റി. അതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ എക്സ്പീരിയൻസ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു അവിടെ നിന്ന്. നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? അതെ, തീർച്ചയായിട്ടും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഇത്തവണ രാജസ്ഥാനിലെ IPL രാജസ്ഥാൻ ടീമിൽ വന്നു. അതെ. അതിൻ്റെ ഒരു പരിശീലന കാലത്തും ഒക്കെ വീണ്ടും കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടായിരുന്നോ? കാരണം ഒരു ജൂനിയർ പ്ലെയർ ആണല്ലോ സഞ്ജു. അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ?
ഒരു തോന്നൽ ഇല്ലായിരുന്നു. കാരണം ഞാൻ സെലക്ഷൻ ട്രയൽസിൽ വളരെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ കോച്ചും ക്യാപ്റ്റനും രാഹുൽ സാറും എന്നെ അവിടെ കണ്ടു, എനിക്ക് എന്താ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെ എന്തായാലും മാച്ചസ് കളിപ്പിക്കുമെന്ന് ഈ വർഷം. സഞ്ജു സാധാരണ മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, രഞ്ജി പോലുള്ള അതെ സാധാരണ മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. IPL പോലെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് കാണികളുള്ള മാച്ചുകളും ഇപ്പോൾ കളിച്ചു. അതെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ എന്താ? ശേഷം എനിക്ക് തോന്നിയത്, ഇത്രയും ക്രൗഡുള്ള ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കളിയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം ഒരു അട്രാക്ഷനാണ്, ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് ഓർമ്മയിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഗ്രൗണ്ടിലിപ്പോൾ, എപ്പോഴും എനിക്ക് അതാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ്ഡാണ്, കുറച്ചുകൂടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ ആലോചിച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കരിയറിൻ്റെ ഒരു വലിയ ഉന്നതിയിലെത്തി നിൽക്കുകയാണ്. 18-ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല യുവതാരം എന്ന ഒരു അംഗീകാരം തേടിയെത്തി നിൽക്കുന്നു. ഈ പ്രശസ്തിയുടെ മറുവശത്ത് തന്നെ കുപ്രശസ്തിയും ഉണ്ട്. പ്രശസ്തരായ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ആളുകൾ കുറ്റം പറയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു. വാതുവയ്പ്. ക്രിക്കറ്റിൽ വാതുവയ്പ്പിനെ കുറിച്ച് എന്താ പറയണേ? വാതുവയ്പ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനിതുവരെ നെഗറ്റീവ് സൈഡിലോട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് കളിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എൻ്റെ കളിയിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് കളിയല്ലാതെ വേറൊരു വിഷയത്തിലേക്ക് പങ്കെടുക്കുന്നതോ താല്പര്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും ഞാൻ ക്രിക്കറ്റ് ഫോക്കസ്ഡാണ് എപ്പോഴും. ക്രിക്കറ്റ് ആവട്ടെ, ഏത് കായിക വിനോദവുമായിട്ട് അത് തിരഞ്ഞെടുക്കുന്ന ഒരു താരം പൂർണ്ണമായിട്ടും ആ ഗ്രൗണ്ടിൽ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അതെ. പക്ഷേ ഇനിയുള്ള താരങ്ങൾ അതുമാത്രം ചെയ്താൽ പോരാ. ആരെ സുഹൃത്തുക്കളാക്കണം, ആരോട് കൂട്ടുകൂടണം, ആരൊക്കെയായിട്ട് ബന്ധപ്പെടണം, ഏത് തരത്തിൽ ജീവിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ ഓരോരുത്തർക്കായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എന്ത് തോന്നുന്നു? ഇനിയിപ്പോൾ സഞ്ജു പറഞ്ഞ പോലെ ക്രിക്കറ്റ് മാത്രം നോക്കി കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണ്ടേ? അങ്ങനെ ഒരു കരുതലുണ്ടോ? എന്തായാലും ഈ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു തന്നു. കുറേ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഒരു യങ്സ്റ്ററായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് എന്തൊക്കെ ഇനി അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ സൂക്ഷിക്കണം, ഇതൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ അതും കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. അച്ഛനൊക്കെ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? ഒരുപാട് കാലം കായിക മേഖലയിൽ അതെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നനായ ഒരു പരിശീലകനും കൂടിയാണല്ലോ അച്ഛൻ. ആ നിലയ്ക്ക് അച്ഛൻ എന്ത് പറയുന്നു? അച്ഛൻ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കറക്റ്റ് വേ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം എനിക്കും അതാണ് തോന്നുന്നത്. നമ്മൾ എന്താ കറക്റ്റ് ഒരു നല്ല വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന നമുക്ക് ആരും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനോ അങ്ങനെ ചെയ്യാനോ ആരും വരില്ല. ഒരു നേർവഴിക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വരെയുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ വളരെ അടുത്ത കാലത്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ വാതുവയ്പ്പുകാർ എന്നൊക്കെ പോലെ സംശയിക്കാവുന്ന എന്തെങ്കിലും ബന്ധങ്ങളോ ആരെങ്കിലും ആ തരത്തിൽ ഒക്കെ വഴിതെറ്റിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടോ സഞ്ജുവിന്? ഇല്ല അല്ലേ? അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നൊരാൾ സംശയകരമായി എന്നോട് പെരുമാറുന്നു എന്ന് തോന്നുന്നില്ല. ഞാൻ ആരുമായിട്ട് അത്ര കോണ്ടാക്ട്സ് വയ്ക്കുന്ന ആളല്ല. ഞാൻ അച്ഛൻ, അമ്മ, ചേട്ടൻ, എൻ്റെ കൂട്ടുകാർ അത്രേ ഉള്ളൂ. വേറെ ആരുമായിട്ട് കോണ്ടാക്ട്സ് വയ്ക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ ആയിരിക്കും. ആരാണ് ജീവിതത്തിലെ ഒരു മോഡൽ? ജീവിതത്തിലെ മോഡൽ എനിക്ക് ഈ IPL ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് രാഹുൽ ദ്രാവിഡാണ്. അയാളെ പോലത്തെ ക്യാരക്ടർ ഗ്രൗണ്ടിൻ്റെ വെളിയിലും ഗ്രൗണ്ടിനകത്ത് കാണുമ്പോഴേ നല്ലൊരു റെസ്പെക്റ്റാണ്. അതേപോലെ ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതേപോലെ ആവാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയൊരാളാണ് രാഹുൽ ദ്രാവിഡ്. ദ്രാവിഡിൻ്റെ സ്വഭാവവിശേഷത്തിൽ എന്താണ് സഞ്ജുവിനെ ആകർഷിച്ചത്? ഇതാണ് ആവശ്യം പറഞ്ഞാൽ സാർ എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കും. എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാക്കി അതനുസരിച്ച് സാറ് ബിഹേവ് ചെയ്യും. പിന്നെ എല്ലാവർക്കും ചെറുതാണോ വലുതാണോ അങ്ങനെ നോക്കത്തില്ല. എല്ലാവർക്കും സെയിം റെസ്പെക്റ്റാണ് കൊടുക്കുന്നത് സാർ അങ്ങോട്ട്. പിന്നെ ഗ്രൗണ്ടിലും എപ്പോഴും നല്ല ഫോക്കസ്ഡാണ്.
എപ്പോഴും നല്ല കാമാണ്. അപ്പോൾ അത് വളരെ നല്ല ഇൻസ്പയർ ചെയ്തു, റെസ്പെക്റ്റ് കുറച്ചുകൂടെ കൂട്ടി. ജീവിതത്തിൽ മാത്രമല്ല ഗ്രൗണ്ടിലും ദ്രാവിഡ് തന്നെയാണ് മാതൃക. അതെ അതെ. ഇപ്പോൾ അതായിരുന്നു എനിക്ക് കഴിഞ്ഞ IPL മുമ്പ് ഞാൻ AB de Villiers ആയിരുന്നു. ഇപ്പോൾ IPL കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സംശയമുണ്ട്, രാഹുൽ സാറാണോ AB de Villiers ആണോ. മാതൃകകൾ മാറി മാറി വരുന്നുണ്ട് ചിലപ്പോൾ കളിയുടെ കാര്യത്തിൽ. സ്വന്തം കളിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്വന്തം കളി ഞാൻ ചെറുപ്പത്തിലേ കളിക്കുമ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ചേട്ടൻ എപ്പോഴും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനത്തെ ഒരു ഇമ്പോസിബിൾ ഇസ് നത്തിങ്, അങ്ങനത്തെ ഒരു വാക്കാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പോൾ എപ്പോഴും ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ കളിയിൽ നല്ല ട്രസ്റ്റ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഏത് ലെവലിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നില്ല, ഞാൻ എത്തിപ്പോയി ഇപ്പോൾ അങ്ങനത്തെ ഒരു വിചാരം എനിക്കില്ല. എനിക്കെപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചറിയുന്നുണ്ട് കുറേ ആൾക്കാരുമായിട്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ കളി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സ്വന്തം സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെ ഒരു സാധനം എല്ലാവരും പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആ സ്റ്റൈൽ ഓഫ് പ്ലേക്ക് ആരെങ്കിലും ഇന്ത്യയിലോ ലോകത്തിലോ എവിടെയെങ്കിലും മാതൃകകളോ ഉണ്ടോ? സ്റ്റൈൽ ഓഫ് പ്ലേ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ AB de Villiersഉം എൻ്റെ കളിയും കുറച്ച് സെയിം ആയിട്ട് ഞാൻ അയാളെ പോലെ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ശൈലിയുടെ കാര്യത്തിലാണ് അത് പറഞ്ഞത് അല്ലേ? അതെ അതെ. ഞാൻ ക്രിക്കറ്റ് ഒരു പ്രാഥമിക കാര്യങ്ങൾക്ക് അപ്പുറം അറിയുന്ന ഒരാളല്ല. എനിക്ക് ക്രിക്കറ്റ് ശൈലിയെക്കുറിച്ചും പറയാൻ അറിയില്ല. എങ്കിലും ക്രിക്കറ്റ് വിലയിരുത്തുന്ന ആളുകൾ സഞ്ജുവിൻ്റെ കളിയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിൽ പൊതുവെ കാണാത്ത ചില ശൈലി വിശേഷങ്ങൾ ആ സ്റ്റൈലിൽ ഉണ്ട് എന്നാണ്. ഉദാഹരണം ഷോർട്ട് പിച്ച്, അത് നേരിടുന്നതിൽ ഇന്ത്യൻ കളിക്കാരൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലല്ല, മറ്റൊരു രീതിയിലാണ് സഞ്ജു നേരിടുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടോ? സഞ്ജു അത് വിലയിരുത്തിയിട്ടുണ്ടോ? എനിക്ക് ഷോർട്ട് ബോൾസ് കളിക്കുന്നത് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് ബോൾ എപ്പോഴും റൺ സ്കോറിങ് ബോളാണ്. ഞാൻ എപ്പോഴും അറ്റാക്ക് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഈ കോമ്പറ്റീഷനിൽ T20 ക്രിക്കറ്റിൽ എന്തായാലും നമുക്ക് ഷോർട്ട് ബോൾ അറ്റാക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്കത് നന്നായിട്ട് കണക്റ്റായി. അപ്പോൾ എല്ലാവരും പറയുന്നത് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് ഷോർട്ട് ബോൾസ്. ഈ ഒരു അഭിപ്രായം നേരത്തെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഒരു ബാക്ക് ഫുട്ട് ടെക്നിക്ക് അങ്ങനെ എന്തോ ഒന്നും സഞ്ജുവിൻ്റെ കാര്യത്തിൽ വളരെ ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടോ? എനിക്ക് അവർ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഷോർട്ട് ബോൾസ് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബാക്ക് ഫുട്ടിലും ആവശ്യത്തിന് നല്ല ഫോമിലാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉള്ള ശൈലി ഉണ്ടാക്കിയെടുക്കുന്നതിൽ സഹായിച്ചിട്ടുള്ള പരിശീലകരാരൊക്കെയാണ്? ആരെയൊക്കെ അനുസരിക്കും? പരിശീലകർ എൻ്റെ കോച്ച് ബിജു ജോസ് സാർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയുള്ള കോച്ചാണ്? മെഡിക്കൽ കോളേജിലുള്ള നമ്മുടെ പ്രാക്ടീസ് സെൻറ്ററിലുള്ള കോച്ചാണ്. അതെ, കോച്ച് സാർ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കളിക്കാരൊക്കെ മറ്റുള്ള കളിക്കാരുടെ കളി നോക്കി പഠിക്കുന്ന രീതിയുണ്ട്, വീഡിയോ കണ്ടും മറ്റു തരത്തിലൊക്കെ. അത്തരത്തിലുള്ള ഒരു രീതി നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണോ സഞ്ജു? അത് എനിക്ക് കുറച്ച് ആൾക്കാരുടെ കളി കാണുന്നത് വളരെ ഇഷ്ടമാണ്. രാഹുൽ സാറിൻ്റെ കളി ഇഷ്ടമാണ്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് AB de Villiersൻ്റെ ബാറ്റിംഗ് കാണാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റിങ്ങോടെ ഞാൻ കാണാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത്, ക്രിക്കറ്റിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ? ക്രിക്കറ്റിൻ്റെ അപ്പുറത്ത് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. പിന്നെ കൂട്ടുകാരായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. കൂട്ടുകാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ക്രിക്കറ്റ്, ഫുട്ബോൾ, അത് രണ്ടും കായിക വിനോദങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഹോബികൾ എന്തൊക്കെയാണ്? ഹോബികൾ എന്ന് പറയുന്നത് ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ കളിയാണ് ഹോബി. പിന്നെ ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ. സിനിമ, സംഗീതം, വായന, അങ്ങനെ എന്തെങ്കിലും വേറെ താല്പര്യങ്ങളുണ്ടോ? മ്യൂസിക് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. മ്യൂസിക് എപ്പോഴും കേൾക്കാറുണ്ട്. സംഗീതം, പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ സെൻറ്റ് ജോസഫ്, ട്രിവാൻഡ്രം സെൻറ്റ് ജോസഫ്. ഇനിയിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, ഡിഗ്രിക്ക് ചേരാൻ പോവുകയാണ്. എവിടെയാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്?
എനിക്ക് മാരിവാൻസിൽ ചേരണമെന്നാണ് ആഗ്രഹം. അച്ചായൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. അതെ. എന്താ രണ്ട് കോളേജും തമ്മിലുള്ളൊരു മത്സരം കണ്ടുകൊണ്ടാണോ മാർ ഇവാനിയോസ് തിരഞ്ഞെടുത്തത്? പിന്നെ മാരിവാൻസിൽ നല്ല അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞു കേട്ടു. അവിടെ നല്ല ഒരു ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ മാർ ഇവാനിയോസിൽ ഡിഗ്രിക്ക് ചേരുന്നു. ഏതാണ് വിഷയം എടുക്കുന്നത്? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നു. അച്ചായനും ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഇംഗ്ലീഷ് പഠിക്കാൻ തിരഞ്ഞെടുത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ പ്രത്യേകിച്ച്? എളുപ്പമാണ്. എളുപ്പമാണ്, കളിക്കിടയിൽ കൊണ്ടുപോകാവുന്ന ഒരു കോഴ്സ് നല്ല സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ്. സാധാരണ സ്കൂളിൽ ഒക്കെ തന്നെ പഠിച്ചുകൊണ്ട് സാധാരണ നമുക്കുള്ള ക്രിക്കറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വളർന്നു വന്നിട്ടുള്ളത്. ഈ തരത്തിൽ നിങ്ങളെ ഇപ്പോൾ മാതൃകയാക്കി കാണുന്ന ഒരുപാട് പേര് ഉണ്ടായിരിക്കും കേരളത്തിൽ. അങ്ങനെയുള്ള ആളുകളോട്, ക്രിക്കറ്റിലേക്ക് എത്തുന്ന തുടക്കക്കാരോട് എന്ത് പറയാനുണ്ട്? എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ സീനിയേഴ്സിനെ കളിക്കുന്ന കൂടെ സീനിയേഴ്സിനെ കുറേ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയാനുണ്ട്. പിന്നെ ക്രിക്കറ്റിനോട് നമ്മളെപ്പോഴും ഹോണസ്റ്റ് ആണെങ്കിൽ, നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ക്രിക്കറ്റ് നമുക്ക് തിരിച്ച് കുറേ നല്ല കാര്യങ്ങൾ തരും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വീക്ക്നെസ്സോ എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്നെല്ലാം അറിഞ്ഞിട്ട് കറക്റ്റ് രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക, നമ്മൾ ചെയ്യുന്ന രീതി എപ്പോഴും കറക്റ്റ് രീതി ആയിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരെ നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യുക. അതെല്ലാം നമ്മളെന്തായാലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. വാതുവയ്പ്പുകാരെ സൂക്ഷിക്കുക എന്ന് കൂടി പറയേണ്ട ഒരു കാലമല്ലേ? അറിഞ്ഞൂടെ അത് പറയുന്നുണ്ടോ? അത് കളിയിലൊക്കെ എത്തി വലിയ താരമാകുമ്പോൾ വരുന്ന കാര്യമാണല്ലോ. അത് പിന്നീട് അപ്പോഴേക്കും അവർക്കത് പഠിക്കാൻ കഴിഞ്ഞിരിക്കും. എന്താണ് സഞ്ജു സാധാരണ ഇനിയുള്ള ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ എനിക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെനിക്കൊരു തുടക്കം പോലും ആയിട്ടില്ല. എനിക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ജീവിതത്തിലെ ലക്ഷ്യം എനിക്കൊരു നല്ലൊരു മനുഷ്യൻ ആയി മാറണം, നല്ല ഹ്യൂമൻ ബീങ് ആയി മാറണം. പിന്നെ എനിക്കൊരു ടോപ്പ് ക്വാളിറ്റി ക്രിക്കറ്റർ ആവണം. ഇന്ത്യ ടീമിനെ കളി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്രിക്കറ്ററായി മാറണമെന്നാണ്. എന്തായാലും ഒരു നല്ല ക്രിക്കറ്റർ ആവണം എന്ന കൂടെ ഒരു നല്ല മനുഷ്യൻ കൂടി ആവണം എന്ന് പറയുന്ന സഞ്ജു വളരെ നല്ല സന്ദേശമാണ് ഈ ഇൻ്റർവ്യൂവിൽ നൽകിയത് എന്ന് ഞങ്ങൾ കരുതുന്നു. സന്തോഷത്തിൻ്റെ വേളയിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ, സഞ്ജുവിനെ ഞങ്ങളുടെ മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സഞ്ജുവിനെ എല്ലാ ആശംസകളും. നമസ്കാരം.